ഗുഡ് മോർണിംഗ് ഡോക്ടർ. ആ ഡോക്ടറിനെ തിരക്കിന്ന് പറഞ്ഞു. എന്താ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. പിന്നെന്താ പോകാത്തത്? ഒരു പേഷ്യന്റ് സെഡേഷനില. ഉണരുന്നത് വരെ ഡ്രിപ്പ് കണ്ടിന്യൂ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. അനഘയ്ക്ക് ആരാ? അജ്ഞാതനായ ഒരു ഗോഡ് ഫാദർ. ഗോഡ് ഫാദർ അങ്ങനെ ആരുമില്ല. ഡോണ്ട് മേക്ക് എ ഫൂൾ ഔട്ട് ഓഫ് മീ. നടന്നതെല്ലാം അനഘയ്ക്ക് അറിയാം. അതൊന്നും വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് ഓൺ തിങ്, ഇവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി വിതിൻ സെക്കൻഡ്സ്. എനിക്കെതിരെ ഇവിടെ വെച്ച് തന്നെ ഒരു ആക്രമണം ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ അത് ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരാളായിരിക്കണം. അതർവൈസ് നീ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന ഒരാളായിരിക്കണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഡോക്ടർ. എന്താ സംഭവിച്ചേ? ഞാൻ പറഞ്ഞു എന്നെ വിഡ്ഢിയാക്കരുതെന്ന്. ആരാടി നിന്റെ ആ അവതാരം? സർ, എഡി പൊടിന്നൊന്നും വിളിക്കരുത്. ഓ, എനിക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാ? എന്നെ ഡോക്ടറെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ഗതികേട് കൊണ്ടാ ഞാൻ റിയാക്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ എത്ര കരഞ്ഞെന്നറിയോ? ഓ, ഇപ്പോഴും എനിക്ക് ഷോക്ക് മാറിയിട്ടില്ല. നിന്റെ ഈ അഭിനയം കൊള്ളാം. അവനാരായാലും എന്റെ കയ്യിൽ വന്ന് പെടും. പറഞ്ഞേക്ക്, അവനെ ഞാൻ കോടതി കയറ്റും. എനിക്കിപ്പോഴും ഡോക്ടർ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ പേര് പറഞ്ഞ് ഡോക്ടർ ആരെങ്കിലും ഉപദ്രവിച്ചോ? അല്ല, മുഖത്തൊക്കെ എന്തോ ഇടികിട്ടി കരുനീലച്ച പാട് കിടക്കുന്നു. അവനെ ഞാൻ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കണ്ട. എന്റെ സ്വാധീനം നിനക്കറിയില്ല. അനുഭവിക്കും രണ്ടുപേരും. എനിക്ക് അത്തരം വാശിയും വൈരാഗ്യം ഒന്നുമില്ല. ഡോക്ടർക്ക് എന്നോട് ദേഷ്യമാണെങ്കിൽ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്യാം. അല്ലെങ്കിൽ എന്നെ പിരിച്ചുവിടാൻ പറ. നീ പറയുന്നതിന്റെ അഹങ്കാരമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ നിന്നെ ഞാൻ പിരിച്ചുവിട്ടാൽ അത് എനിക്ക് നാണക്കേടാ. നിനക്ക് ഇവിടെ തുടർന്നും ജോലി ചെയ്യാം, എന്റെ ശത്രുവായിട്ട്. പക്ഷേ ഒരവസരം വരുമ്പോ നിനക്ക് ഞാൻ കെണി ഒരുക്കും. അത് അവനോടും കൂടി പോയി പറഞ്ഞേക്ക്. ആരോട്? അതാ എനിക്കറിയാത്തത്. കൂടുതലൊന്നും സംസാരിക്കണ്ട. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. വേണ്ട ഡോക്ടർ, ഞാൻ റിസൈൻ ചെയ്തോളാം. വേണ്ട, നീയേ ഇവിടെ തന്നെ ഉണ്ടാവണം, എന്റെ കൺമുന്നില്. എന്നുവെച്ചാ ഇത്രയും ശത്രുത ഉണ്ടായിട്ടും സാറിന് എന്നെ കാണണമെന്നാണോ? ഹേയ് വേണ്ട, കാണാതെ ഞാൻ കണ്ടോളാം. കഴിവതും നീ എന്റെ മുന്നിൽ വരരുത്. നിന്റെ നൈറ്റ് ഡ്യൂട്ടി ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. നാളെ മുതലേ നിനക്ക് ഡേ ഡ്യൂട്ടിയാ. അയ്യോ ഡോക്ടർ, ചതിക്കരുത്. നൈറ്റ് ഡ്യൂട്ടിയുമായിട്ട് ഞാനൊന്ന് പൊരുത്തപ്പെട്ട് വരായിരുന്നു. ഗെറ്റ് ഔട്ട്. I said get lost.